നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഇരുമ്പിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ 2025. അങ്ങനെ നമ്മളൊരു പുതുവർഷം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു വർഷം ആശംസിക്കുന്നു. പുതുവർഷം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു മധുരമാണ് തയ്യാറാക്കുന്നത്. ഒരു പുഡിംഗ്, ഒരു കോഫി വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ്. അതുകൊണ്ട് തന്നെ കോഫി ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ഈ പുഡിംഗ്. വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അതിനായി മെയിനായിട്ട് ആവശ്യമുള്ളത് 500 ml ഫുൾ ഫാറ്റ് പാലെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ടൊരു സോസ് പാനിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൻ്റെ 1/4 ഭാഗം, അതായത് 3/4 ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കി പാൽ നമുക്ക് മാറ്റി വയ്ക്കാം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർക്കാം. കോഫി പൗഡർ ചേർക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കോഫി പൗഡർ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതുപോലത്തെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് മിക്സാക്കണമെന്ന് നിർബന്ധമില്ല, കാരണം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. അന്നേരം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുകയും ചെയ്യും. ഇനി ഇത് നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. പാലിൻ്റെ മിക്സ്ഡ് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്ത് വെക്കാനായിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജെലാറ്റിനൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 2.5 ടേബിൾ സ്പൂൺ കറക്റ്റ് മെഷർ ചെയ്ത് തന്നെ ചേർക്കണേ. ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാട്ടോ എടുത്തേക്കുന്നത്. 1/2 ലിറ്റർ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്താക്കി തന്നെ എടുക്കുക. കോൺഫ്ലവർ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പാലിൻ്റെ മിക്സ്ചർ ചെറുതായിട്ടും ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു കോഫിയുടെ മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ചോക്ലേറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ചേർത്താൽ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. ഇപ്പം നോക്കൂ, നമ്മുടെ പാലിൻ്റെ മിക്സ്ചർ നന്നായിട്ടും തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം, അതായത് ഒരു 5-6 മിനിറ്റ് എടുക്കും കേട്ടോ നന്നായിട്ടും തിളച്ച് കിട്ടാനായിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന കോൺഫ്ലവർ മിക്സ്ഡ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. മിക്സാക്കാനായിട്ട് മറക്കരുത്, കാരണം ഉണ്ടല്ലോ ഇത് ചിലപ്പോൾ ആ കോൺഫ്ലവർ ഈ പാലിൻ്റെ അടിയിലോട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. മിക്സാക്കുന്നതിന് മുന്നേ ഫ്ലെയിം തീരെ സിമ്മിലാക്കി കൂടെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ വിസ്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ, കാരണം നമ്മൾ കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇളക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഫ്ലെയിം തീരെ സിമ്മിലാക്കി വെക്കണേ, കാരണം കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. കണ്ടോ, ഈ ഒരു സ്റ്റേജ് എത്തണം. അതായത് കോൺഫ്ലവർ ചേർത്തിട്ട് ഒരു മാക്സിമം ഒരു 1 അല്ലെങ്കിൽ 2 മിനിറ്റ്, അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ആക്കുക. ഇപ്പോൾ ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആകേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നുകിൽ വാനില എസൻസ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സിന്നമൺ പൗഡർ ചേർക്കാം. കോഫിയുടെ ഫ്ലേവർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇവ രണ്ടും ചേർക്കണ്ട. ഇതിലിപ്പോൾ ഞാൻ രണ്ടും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ പുഡിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റേജ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ബൗൾ എടുക്കാം. ബൗളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ് കണ്ടെയ്നർ എടുക്കാം. ഏതാണെങ്കിലും ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, ഒരിക്കലും പ്ലാസ്റ്റിക് എടുക്കരുത്. ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിങ് ചൂടോട് കൂടി തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, ചൂടോടെ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഇൻഡിവിജ്വൽ ഗ്ലാസ്സിലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് സെർവ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരുമിച്ച് ഒരു ബൗളിലോട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാനായിട്ടുള്ളതാണ്. ഫ്രിഡ്ജ് വെക്കുമ്പോൾ ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാട്ടോ വെക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചൂട് മാറുമ്പോൾ തന്നെ ചെറുതായിട്ട് സെറ്റായിട്ടുണ്ടാകും. എങ്കിലും 1 മണിക്കൂർ ഇത് നന്നായിട്ടൊന്ന് സെറ്റാക്കാനായിട്ട് വെക്കണം. പുഡിങ്ങിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 മുതൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം.
ഈ ഒരു പുഡിങ് തയ്യാറാക്കുമ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന ചേരുവകൾ ഇതുപോലെ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ടും തിക്കായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി തിക്കായിട്ട് വരണം. ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. നോക്കുന്നുണ്ട് അതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തിക്കായിട്ടും വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജാണ് എത്തേണ്ടത്. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നോക്കുന്നുണ്ടോ, ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറാട്ടോ വെച്ചത്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഒരേ അളവിൽ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തായിട്ട് പ്രസൻറ്റേഷൻ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇതുപോലെ ചേർക്കുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് കൊക്കോ പൗഡർ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കോഫി പൗഡർ. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അങ്ങനെ നമ്മുടെ കോഫി പുഡിംഗ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് കാണിച്ചു തരാം. നമ്മൾ ചേർത്തതെല്ലാം ലെയറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ചേർത്ത കൊക്കോ പൗഡർ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഒരെണ്ണം ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. പുഡിങ് നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ പുഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിങ്ങാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്